ആ ചേട്ടന്മാരോട് പറയട്ടെ. ചേട്ടാ ഹലോ, മുതല മുതല, ഹലോ ചേട്ടാ. അവർ കേൾക്കുന്നില്ല കേട്ടോ. മുതല. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം. അപ്പോൾ നല്ല ചൂടുള്ളൊരു അന്തരീക്ഷമാണല്ലേ ഗായ്സ്, നല്ല വെയിലാണ്, അതുപോലെ തന്നെ പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരവസ്ഥ. അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് കണ്ണൂർ ആലക്കോടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂരിലുള്ള ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പോട്ടിലോട്ടൊന്നും വന്നതല്ല, ഇവിടെ ജസ്റ്റ് നമ്മളൊരു വിസിറ്ററായിട്ട് നമ്മൾ വന്നതാണ്. ഞങ്ങളുടെ ഒരു ചങ്കിൻ്റെ നാടാണ് കേട്ടോ ആലക്കോടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളി നിങ്ങൾക്ക് കാണാം, നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നിർത്തി ഈ ഒരു പള്ളി നോക്കാത്തതായിട്ട് ആരുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആലക്കോട് വഴി നമ്മൾ പാസ് ചെയ്യുമ്പോൾ കണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിർത്തിയതാണ്. നമ്മളിന്ന് പോകുന്നത് ആയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൂർ ചെറുപുഴക്കടുത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഒരു വാട്ടർ സ്പോട്ടാണ്. പൊളി എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു സ്പോട്ടിലോട്ടാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഈ ആയന്നൂർ വാട്ടർ സ്പോട്ട്. ഇവിടെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതുപോലെ കയാക്കിംഗ് ബോട്ടിലോട്ട് നമുക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 500 രൂപയാണ് കേട്ടോ. 500 രൂപ എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം അത്തരത്തിലുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 500 രൂപക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും നിങ്ങൾ വിചാരിക്കേണ്ട. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മൾ ഈ സ്പോട്ടിലോട്ട് തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കണം കേട്ടോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ മുതല എന്ന് പറഞ്ഞത് 500 രൂപക്ക് നമുക്കിവിടെ മുതലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ ഈ ഒരു കായലിൽ മുതലൊന്നുമില്ല, അത് പേടിച്ച് ആരും ദയവേത് വരാതിരിക്കരുത്. ഏതായാലും നമ്മൾ വന്ന സമയത്ത് നമുക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു വേനൽ സമയത്തൊക്കെ വന്ന് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ല രീതിയിലുള്ള കയാക്കിംഗ് ബോട്ടൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. 5 പേര് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന പെഡലിംഗ് ബോട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് നമ്മൾ 2 പേര് ഇരുന്ന് തുഴയുന്ന തരത്തിലുള്ള ബോട്ടാണ്. ഏതായാലും കുറച്ച് പ്രയാസമുണ്ട്. നമ്മൾ ആദ്യം കണ്ട് വീഡിയോയിലൊക്കെ കണ്ടു വന്ന പോലെ ഈ കയാക്കിംഗ് എന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല. പക്ഷേ എന്നാലും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇത് വളരെ രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഈ കായലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടത്തേക്ക് വരാതിരിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുഴയിൽ അത്യാവശ്യം നമ്മൾ വീണ് പോയാലും പൊങ്ങിക്കിടക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പ്രത്യേകം ഇവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്. അതിന് ശേഷം അല്പം ഒരു 10 മിനിറ്റത്തെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വെള്ളത്തിലോട്ട് ഇറക്കുന്നത് കേട്ടോ. ഏതായാലും പൊളി എന്ന് പറഞ്ഞാൽ പൊളി, വേറെ രക്ഷയില്ല കേട്ടോ. അപ്പോൾ ആരും മറക്കരുത് ഈ ഒരു സ്പോട്ട്. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അവരെ ഈ സ്ഥലം ഏതാടാ? ആയന്നൂർ എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ഒരാൾക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബോട്ടിൽ നമ്മൾ 2 ആൾക്കാരാണ് കേട്ടോ. ടോട്ടൽ 1000 രൂപ വരും. കോസ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് തോന്നും, പക്ഷേ കുഴപ്പമില്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, നല്ല വൈബാണ്. നമ്മൾ 2 ആൾക്കാരാണെങ്കിൽ ചില്ല് വൈബാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ട് നമ്മളിവിടെ വന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ട് കണ്ണൂരുള്ള എല്ലാവരും, കണ്ണൂരെന്നല്ല കേരളത്തിലുള്ള ഒട്ടുമിക്കവാർക്കാരും വരുന്നൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കയാക്കിങ് ചെയ്തുകൊണ്ട് തുഴഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാടിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു പ്രതിഭാസത്തിൻ്റെ നടുക്കുകൂടെ നമുക്ക് കുറച്ച് സമയം ഏക്കർ കണക്കിന് സ്ഥലത്തൂടെ നമുക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. കയാക്കിംഗ് ബോട്ട് ഉപയോഗിക്കുന്ന ആരും തന്നെ ചെരുപ്പ് ഊരിയിട്ടതിന് ശേഷം ബോട്ടിലോട്ട് കയറുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ആരും ചെയ്യരുത്. ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് ആ ഒരു അപകടം. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് ഊരി ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോട്ടിൽ നമ്മൾ കയറുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ചെരുപ്പ് നമ്മൾ ഊരി വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഈ ബോട്ടിലൂടെ സഞ്ചരിച്ച് കയാക്കിങ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലുള്ള കാടിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി ഈ ഒരു കാടിൻ്റെ ആ ഒരു അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഈ കായലും അതുപോലെ തന്നെ പാറകളും നിറഞ്ഞ വെള്ളക്കെട്ടിലൂടെ നമുക്ക് പോകേണ്ട ഒരു കാഴ്ചയും കൂടെ ഇവിടെയുണ്ട്. വെള്ളച്ചാട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആ സമയത്ത് നമ്മുടെ കാല് നല്ല രീതിക്ക് നമുക്ക് വേദന അനുഭവപ്പെടും. ഞങ്ങൾ വന്ന ഒരു സമയത്ത് ഞങ്ങൾ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല. ചെരുപ്പ് ഞങ്ങൾ കരയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആരും ആ ഒരു കാര്യം ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് നമുക്ക് കാണാൻ നല്ല മനോഹരമാണെങ്കിലും നമ്മൾ സേഫ്റ്റിയാണ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ പോയാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തിച്ചിരിക്കണം. അപ്പം നമ്മുടെ ചെരുപ്പ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഷൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, റബ്ബർ ടൈപ്പ് ഷൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നമ്മുടെ യാത്ര.
വളരെ സൂക്ഷിച്ച് കിടക്കണം കേട്ടോ, വളരെ ഡേഞ്ചർ സ്ഥലമാണ്. അല്ലേ അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ആയന്നൂരുള്ള ഈ ഒരു കിടിലൻ വാട്ടർ സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റിലൂടെയുള്ള ഈ ഒരു നടത്തവും നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള സ്ഥലത്തേക്കൊക്കെ ചെറിയ കുട്ടികളൊന്നും നിങ്ങളുടെ മുതിർന്ന ആൾക്കാരുടെ പ്രസൻസിലല്ലാതെ നിങ്ങൾ വരാൻ വേണ്ടി പാടില്ല. എല്ലാ സ്പോട്ടുകളെയും നമ്മൾ ഡേഞ്ചർ ആക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരുടെ ചില അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പല സ്ഥലങ്ങളും മോശമായി ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ പ്രസൻസിലും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോഴും അതുപോലെ തന്നെ കയാക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സേഫ്റ്റി നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് വരേണ്ട ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.